ഗൾഫ് കാഴ്ചകളുടെ പുതിയ ഫ്രെയിമുകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന് തിരുവനന്തപുരം വേദിയായി. പ്രവാസ ലോകത്ത് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ബിസിനസ് പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. മിഡിൽ ഈസ്റ്റ് ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകിയാണ് മീഡിയ വൺ അവരെ ആദരിച്ചത്. പ്രവാസം മലയാളിയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ലോകത്തെല്ലായിടത്തും മലയാളികൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് മലയാളിക്കുള്ള പ്രത്യേക ഹൃദയബന്ധം എത്രയോ ദീർഘകാലമായി നമ്മൾ അത് തുടരുകയാണ്. ആ ആഴത്തിന് ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കേരളത്തെ കേരളമാക്കി മാറ്റിയതിൽ ഗൾഫ് നാടുകളുടെ പ്രവാസികളുടെ പങ്ക് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ വ്യക്തമായ ദിശാബോധം കൊണ്ട് പ്രവാസ ഭൂമികയിൽ വിസ്മയങ്ങൾ രചിച്ച മലയാളി സംരംഭകരും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്, അവരെ നാം കണ്ടെത്തേണ്ടതുണ്ട്. ഉയരങ്ങൾ സ്വപ്നം കാണുന്ന ഓരോ മലയാളിക്കും പ്രചോദനമാകുന്ന ഈ സംരംഭകരുടെ കഠിനാധ്വാനത്തെയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സംഭാവനകളെയും മീഡിയ വൺ തിരിച്ചറിയുകയാണ്. പ്രവാസ ലോകത്തിന്റെ വ്യാവസായിക ചലനങ്ങളെ അടയാളപ്പെടുത്തുന്നതായിരുന്നു മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ്. നവകേരള സൃഷ്ടിക്കായുള്ള പ്രവാസി നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറക്കാനും ഫ്യൂച്ചർ സമ്മിറ്റിനായി മന്ത്രി GR അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയ ഇവിടെ പങ്കെടുക്കുന്ന വിവിധ വ്യവസായി സുഹൃത്തുക്കളെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. കേരളത്തിനായുള്ള പ്രവാസികളുടെ അകമഴിഞ്ഞ പിന്തുണയെ മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് എടുത്തു പറഞ്ഞു. കേരളത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് നമുക്കറിയാം. ഭാവിയെ കൂടുതൽ കരുതലോടെയും ഭാവനാ സമ്പന്നമായും കാണുന്നതിനെക്കുറിച്ച് CEO റോഷൻ കക്കാട്ട് സംസാരിച്ചു. പങ്കെടുക്കുന്ന പലരും ഗൾഫിൽ, പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യത്ത് ബിസിനസ് കൺസൾട്ടൻസി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലൈസൻസ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ഫാക്ടറി സ്ഥാപിക്കുവാനും സർവീസ് ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ. കേരളത്തിന്റെ വളർച്ചയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് എഡിറ്റർ പ്രമോദ് രാമൻ സംസാരിച്ചു. സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം കാണിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ വികസന, വ്യാവസായിക, വാണിജ്യ രംഗത്തുള്ള വികസനം ഉൾപ്പെടെ വൈവിധ്യമായ സംരംഭങ്ങളിലൂടെയും നൂതനമായ ആശയങ്ങളിലൂടെയും ലോകത്തോളം വളർന്ന മലയാളി സംരംഭകരെ മിഡിൽ ഈസ്റ്റ് ബിസിനസ് അവാർഡിലൂടെ മീഡിയ വൺ ആദരിക്കുന്നു. The winner of the Lifetime Achievement Award, Shri Abubakar Madapata, Chairman of Safari Group of Company. Time for the Sustainability Leadership Award. It's being presented to Mr. Abdul Jabbar BB, Group CEO and Managing Director of Hot Pack Global. In his absence, on stage on his behalf, receiving the award is Group COO Zainuddin BB. Next award is for the Young Businessman of the Year. The award goes to the Managing Director of Joy Alucas Group, Mr. John Paul Alucas. On his behalf, DGM Marketing of Joy Alucas, Mr. Anish Varghese is receiving the award. For the Best Social Entrepreneur goes to Dr. Suraj NK, Chairman and Chief Executive Officer of Riyadh Villa Contracting Company. Is for the Emerging Entrepreneur of Saudi Arabia goes to Mr. Sharwas Sharaf, Managing Director of Alamco Nural Mismith Industries. The next award is for Business Excellence in Construction and Interior Fit Out, and this goes to Mr. Kalandur, Founder and Chairman of Kalandur Group. The next Business Excellence Award for Consulting and Business Setup goes to Mr. Najib Musleragatta, Chief Executive Officer of Arab Consult House. Business Excellence Award for Oil and Gas goes to Mr. Hanifa Abdul Manaf and Mr. Muhammad Hanifa Taha, Managing Partners of HW Gas and Energy. Business Excellence Award for Wholesale Trading goes to Mr. Abdul Rashid Kalachi, Managing Director of Nahla Al-Wadi Trading Company, Saudi Arabia. Next Business Excellence Award is for IT and Software goes to Mr. Faisal Mangada, Managing Director of CloudMe IT Solutions. Next
Business Excellence Award is for the Food and Beverage category. Goes to Mr. Shamsuddin Abubakar, Managing Director of Chicket. Next award is the Business Excellence Award for Logistics. Goes to Mr. Jaslim Meetal, Managing Director of Jene Logistics LLC. Business Excellence Award for Equipments and Machinery goes to Mr. Abdul Ghafoor, Chief Executive Officer of Al Hasme International Trading Company from KSA. Is the Business Excellence Award for the HVAC industry goes to Mr. Riyaz KM, Chairman of Breeze Aircon Arabia. പ്രവാസി മേഖലയിൽ പ്രചോദനം നൽകുന്ന മാതൃകാപരമായ ബിസിനസ് നേട്ടങ്ങൾ നേടിയവരെ ആദരിക്കുകയാണ് ഈ പുരസ്കാരത്തിലൂടെ മീഡിയ വൺ. എല്ലാ ജേതാക്കൾക്കും മീഡിയ വണ്ണിൻ്റെ അഭിനന്ദനങ്ങൾ.